ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ. സോഷ്യൽ സയൻസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൻസഫ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവാണ്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് ബ്രിട്ടീഷിന്റെ എക്സ്പ്ലോയിറ്റേഷനും നമ്മൾ അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്തു എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഫ്രീഡത്തിലേക്ക് എങ്ങനെ എത്തി, പല പല സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾ പല രീതിയിലുള്ള റെസിസ്റ്റന്റ് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എങ്ങനെ ഫ്രീഡം കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് ഫ്രീഡം കിട്ടിയത് നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഫ്രീഡം കിട്ടിയത് നമുക്കറിയാം. ഇനി അത് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഏതൊക്കെ ലീഡേഴ്സ് ഏതൊക്കെ രീതിയിലാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. കുറച്ച് ലെങ്തി ആയ ചാപ്റ്റർ ആണ്, എന്നാലും ഒരു കുറെ കഥകൾ പോലെ നമുക്ക് എന്ത് ചെയ്യാം, കേട്ടിരിക്കാം. ഒരു സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ കഥ പോലെ കേട്ടിരിക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാണ്. സോ ഫസ്റ്റ് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഗാന്ധിജീസ് എൻട്രി ആണ്. നമുക്കറിയാം, നമ്മളുടെ ഫാദർ ഓഫ് നേഷൻ എന്ന് നമ്മൾ പറയുന്നതാണ് ആര്, മഹാത്മാഗാന്ധിജി. അപ്പൊ മഹാത്മാഗാന്ധിജി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രീഡം ഫൈറ്റിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. എങ്ങനെയാണ് ഗാന്ധിജി ഈ പറയുന്ന ഫ്രീഡം സ്ട്രഗിളിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കറിയാം, മഹാത്മാഗാന്ധി പുറരാജ്യത്ത് പോയിട്ട് സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി പഠിക്കാനൊക്കെ പോയിരുന്ന സമയമൊക്കെ ആയിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഗാന്ധിജി ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിൽ ആദ്യം പറയുന്നത് 1917 നടന്നൊരു സത്യാഗ്രഹമാണ്, ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, എന്താണ് ചമ്പാരൻ സത്യാഗ്രഹയിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യയുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ മൂവ്മെന്റ്സിലേക്ക് ഗാന്ധിജി ഇറങ്ങുന്നത്. അപ്പൊ മഹാത്മാഗാന്ധി എന്താണ്, ബിഗൻ ഹിസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഇന്റർവെനിങ് ഇൻ ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, ബീഹാർ. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ഇൻഡിഗോ ഫാമേഴ്സിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അതിനാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിന്റെ ഇയർ 1917 ആണ്, അത് ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ള ഒരു ഇന്റർവെൻഷൻ ആണ് നമ്മൾ അതിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹയിലൂടെ ഗാന്ധിജിക്ക് ഒരുപാട് ട്രസ്റ്റ് കിട്ടുകയാണ്. ഹി ഗെയിൻഡ് ട്രസ്റ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ദി കോമണേഴ്സ് ഓഫ് ഇന്ത്യ വെരി ക്വിക്ലി. അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് എന്ത് ചെയ്യാണ്, ഗാന്ധിജിക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. അതിനുശേഷം ഹി കണ്ടക്ടഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുറച്ച് അജിറ്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതെന്ത് ചെയ്യാണ്, ആളുകളിലേക്ക് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തൊക്കെ ചെയ്യാണ്. ദെൻ ഹി സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. അപ്പൊ നമുക്കറിയാം, ഗാന്ധിജിയുടെ ലൈഫ് സ്റ്റൈൽ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം. ഇതെല്ലാം എന്ത് ചെയ്യണം, ആളുകൾ വളരെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. ദ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. അപ്പൊ നമുക്കറിയാം, ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് എന്തായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു അല്ലെ. അഹിംസ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഐഡിയോളജി എന്ന് പറയുന്നത് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് ആയിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി വാസ് സീൻ ആസ് എ സേവിയർ ഹു കുഡ് സോൾവ് ദർ പ്രോബ്ലംസ്. അപ്പൊ അവർക്കറിയാം, എന്താണ് ഈ ബ്രിട്ടീഷിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് വേണമെങ്കിൽ എന്താണ്, ഗാന്ധിജിക്കാണ് എന്ത് ചെയ്ത് നമുക്കൊന്ന് ചെയ്യാൻ സാധിക്കുക എന്ന് എന്ത് ചെയ്യണം, ആളുകൾ ഈ ഒരു സമരത്തോടു കൂടി എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ മെയിൻ ആയിട്ട് നടന്ന കുറച്ച് സമരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. അത് കഴിഞ്ഞിട്ട് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആണ് അടുത്തത്. ദെൻ പെസൻ സ്ട്രഗിൾ ഇൻ ഖേഡ എന്ന് പറയുന്ന സ്ഥലത്തെ പെസൻ സ്ട്രഗിൾ, അതും സെയിം ഇയർ തന്നെയാണ്. ഇതെല്ലാമാണ് ഗാന്ധിജി ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ഇടപെട്ട് നടത്തിയ കുറച്ച് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഓരോന്ന് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം എന്താന്ന് പറഞ്ഞു, എന്താണ് അവിടെ ഒരു ഇൻഡിഗോ ഫാർമേഴ്സ് ഉണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ എന്താണ്, അവിടെ ഗാന്ധിജിയുടെ ആ ഒരു അഹിംസ അല്ലെങ്കിൽ ആ ഒരു സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് എന്ത് ചെയ്യണം, അവസാനം അവിടുത്തെ അതോറിറ്റീസ് എന്ത് ചെയ്യണം, അവര് ഫാർമേഴ്സിന് അനുകൂലമായിക്കൊണ്ട് ലോ പുറപ്പെടുവിക്കാനായിട്ട് എന്ത് ചെയ്യണം, അവർ നിർബന്ധിതരാവരാണ്. ഗാന്ധിജി വർക്ക് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ചമ്പാരൻ റീജിയൻ ബൈ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈമറി സ്കൂൾ ആൻഡ് ഇനിഷ്യേറ്റഡ് മെഡിക്കൽ എയ്ഡ്സ് ആൻഡ് ഓൾസോ ഇൻവോൾവ് ഇൻ ക്ലീനിങ് ആക്ടിവിറ്റീസ്. അതായത് ഗാന്ധിജി ആ ഒരു സത്യാഗ്രഹം നടത്തുക മാത്രമല്ല ചെയ്തത്, അവിടെ മറ്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും കൂടി എന്ത് ചെയ്യാണ്, ഗാന്ധിജി അവിടെ ഹെൽപ്പ് ചെയ്യാണ്. അവിടെ സ്കൂളുകൾ തുടങ്ങാൻ, അവരുടെ മെഡിക്കൽ എയ്ഡ്സ് ഒക്കെ ഒന്ന് കൃത്യമാക്കാൻ, അതുപോലെ തന്നെ ക്ലീനിങ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഗാന്ധിജി ഇൻവോൾവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ കുറച്ചൊരു ബെറ്റർമെന്റിന് വേണ്ടി എന്ത് ചെയ്യാണ്, ഗാന്ധിജി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്താണ് എന്ത്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അവിടെ എന്താണ് 1918
പ്ലേഗ് ബോണസ് വേണമെന്ന് വർക്കേഴ്സ് ആവശ്യപ്പെടുക. അവിടെ ഒരു ഭയങ്കരമായ എന്താണ് അവിടെ ഭയങ്കരമായ പ്ലേഗ് പടർന്നു പിടിക്കുകയും അപ്പൊ ആ പ്ലേഗുമായിട്ട് റിലേറ്റഡ് പ്ലേഗ് ബോണസ് വേണമെന്ന് എന്ത് ചെയ്യണം വർക്കേഴ്സ് പറയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കമ്പനി അതിനെ റിജക്ട് ചെയ്യാണ് ചെയ്യുക. സോ ഗാന്ധിജി എന്ത് ചെയ്യാണ്, സെയിം മെത്തേഡ് ഓഫ് ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ, നമ്മൾ ചമ്പാരനിലെ കണ്ടപോലെ തന്നെ സത്യാഗ്രഹ കടന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, സത്യാഗ്രഹം കടന്നുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യാണ് ഇതിനെയും ഗാന്ധിജി ഇതിനു വേണ്ടി ആ വർക്കേഴ്സിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഗാന്ധിജി അവിടെ പ്രതിഷേധിക്കുകയാണ്. അപ്പൊ എഗെയിൻ എന്താണ്, അതോറിറ്റീസ് എഗ്രി ടു ഹൈക്ക് വേജസ് ഓഫ് ദി എംപ്ലോയീസ് ഫോളോയിങ് ഹിസ് സത്യാഗ്രഹം. അപ്പൊ ഗാന്ധിജിയുടെ ആ ഒരു സത്യാഗ്രഹം എന്ത് ചെയ്യണം, അവസാനം ഫലം കാണാണ്, അവർക്ക് അവരുടെ വേജസ് കൂട്ടിക്കൊടുക്കാൻ, ആ ഒരു ബോണസ് എന്ത് ചെയ്യണം കൂട്ടിക്കൊടുക്കാനായിട്ട് അവർ തയ്യാറാവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പെസന്റ് സ്ട്രഗിൾ ഇൻ കേഡ. കേഡയിലും എന്താണ്, അവിടെയും ഫാർമേഴ്സിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അവരെന്താണ് ഡ്രഫ്റ്റ് ആണ് അവരുടെ കാര്യം, അതായത് വളരെ വരൾച്ചയാണ്. ഓക്കെ, വരൾച്ച ആയതുകൊണ്ട് തന്നെ അവരുടെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവണം, അവരുടെ എന്താണ് കൃഷികളെല്ലാം നശിച്ചു പോവാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നില്ല, പക്ഷേ റൂളേഴ്സ് അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ യാതൊരു കുറവും വരുത്തുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, റൂളേഴ്സ് അത് മനസ്സിലാക്കുകയും അവർ ടാക്സ് കുറച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യാണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് എന്ത് ചെയ്യാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യാണ്. എഗെയിൻ ഗാന്ധിജി അവിടെ എന്ത് ചെയ്യാണ്, വീണ്ടും ഗാന്ധിജി വരികയാണ്, അവിടെ സത്യാഗ്രഹം എടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, അവസാനം ഗാന്ധിജി പറയാണ് നിങ്ങൾ എന്ത് ചെയ്തൊരു കാരണവശാലും ടാക്സ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി എന്താണ് അവർ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യണം, അതോറിറ്റീസ് വെയർ ഫോഴ്സ് ടു റെഡ്യൂസ് ടാക്സ് റേറ്റ്. അങ്ങനെ അവസാനം അതോറിറ്റീസ് എന്ത് ചെയ്യാണ് ടാക്സ് റേറ്റ് കുറയ്ക്കാനായിട്ട് ഫോഴ്സ് ചെയ്യാണ്. അപ്പൊ ഇതെല്ലാമാണ് വളരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗാന്ധിജി ഇൻവോൾവ് ചെയ്തിട്ടുള്ള, ഏറ്റവും ഫസ്റ്റിൽ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 3 ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹമാണ്, രണ്ടാമത്തത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആണ്, മൂന്നാമത്തെ എന്താണ് പെസന്റ് സ്ട്രഗിൾ ഇൻ കേഡ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഒരു റിസൾട്ട് എന്താ നോക്കും. ഗാന്ധിജി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഇതിൽ എല്ലാം ഇടപെട്ടുകൊണ്ടുള്ള മൊത്തത്തിലുള്ള റിസൾട്ട് എന്താ നോക്കാം. ദ സ്ട്രഗിൾസ് ഹി ടുക്ക് അപ്പ് പോപ്പുലൈസ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. അതായത് ഗാന്ധിജി എന്താണ് ഒരു വയലൻസും അവിടെ യൂസ് ചെയ്യുന്നില്ല. നമുക്കറിയാം നമ്മൾ ഒരുപാട് യുദ്ധങ്ങളൊക്കെ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്താണ് പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ എന്താണ് ആദ്യമായിട്ടാണ് ആളുകൾ ഇങ്ങനെ സത്യാഗ്രഹം കിടന്നുണ്ടെങ്കിൽ അഹിംസ എന്ന് പറയുന്ന മാർഗം സ്വീകരിച്ചുകൊണ്ട് എന്താണ് ഓരോരോ സമരങ്ങൾ വിജയിപ്പിക്കുന്ന ആളുകൾ കാണുകയും അത് എല്ലാവരും എന്താണ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുകയും ചെയ്യാണ്. Till his entry into political scenario, national movement was confined to educated section of society. അതാണ് മറ്റൊരു കാര്യം. ഗാന്ധിജി വരുന്നത് വരെ ഒരു ടോപ്പ് ലെയറിലുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു പല രീതിയിലുള്ള ഫ്രീഡം ഫൈറ്റിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പലരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, തീരെ താഴെ കിടക്കുന്നവരൊന്നും ഇതിന് കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ആ ഒരു സെക്ഷൻ മാത്രമാണ് എന്തായിരുന്നുള്ളൂ ഈ ഒരു ഫ്രീഡം മൂവ്മെന്റ്സിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഗാന്ധിജി വന്നതോടെ എന്ത് ചെയ്യാണ്, ഹിസ് മെത്തേഡ് ഓഫ് പ്രൊട്ടക്ട് അട്രാക്ട് ദ ലേമൻ ടു ദി മൂവ്മെന്റ്. അതായത് സാധാരണക്കാരായ ആളുകളെ ഈ ഒരു മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗാന്ധിജിയുടെ ഈ രീതിയിലുള്ള സ്ട്രഗിൾസ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ സിറ്റി സെൻട്രിക് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയസ്. അപ്പൊ പലപ്പോഴും സിറ്റി കേന്ദ്രീകരിച്ചാണ് പല രീതിയിലുള്ള മൂവ്മെന്റ്സുകളെല്ലാം നടന്നിരുന്നത്. പക്ഷെ ഗാന്ധിജി വന്നതോടെ എന്ത് ചെയ്യാണ്, പല റൂറൽ ഏരിയസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചമ്പാരനായാലും അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് ആയാലും അതുപോലെ തന്നെ അവിടെ ഖേഡ എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ചെറിയ ചെറിയ വില്ലേജസ് ആണ്. പക്ഷെ ഗാന്ധിജിയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് റൂറൽ ഏരിയാസും കൂടി ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഗാന്ധിജി ബിക്കം എ നാഷണൽ ലീഡർ അക്സെപ്റ്റബിൾ ടു ഓൾ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി. അങ്ങനെയാണ് ഗാന്ധിജി ഒരു നാഷണൽ ലീഡർ ആവുന്നത്. അതായത് എല്ലാ ആളുകൾക്കും എന്താണ് അദ്ദേഹം ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും അല്ല റൂറൽ ആയിട്ടുള്ള ആളുകൾ, അതായത് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും എന്താണ് ഗാന്ധിജി ഒരു അക്സെപ്റ്റഡ് ആളായിട്ട് ഒരു ലീഡറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതൊരു നാഷണൽ മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ചെറിയ ചെറിയ സമരങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ എന്താണ് റീജിയണൽ ആയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതിനെ എങ്ങനെ നാഷണൽ ലെവലിലേക്ക് എത്തി എന്നാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ഒരു നാഷണൽ ലെവലിലേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറുന്ന നമുക്ക് കാണാം. അതെങ്ങനെയാന്ന് നോക്കാം. അതിന്റെ ഏറ്റവും വലിയ ഇൻസിഡന്റ് ആണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ജാലിയൻ വാലാബാഗ് മസാക്കർ. നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്താണ് പട്ടാളക്കാർ തുരുതുരാ വെടിവെച്ചു, അങ്ങനെ ഒരു കോമഡി നമ്മുടെ ഫിലിപ്പ് ആൻഡ് മങ്കിപ്പൻ സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ജാലിയൻ വാലാബാഗ് മസാക്കർ ആണ് ഈ ഒരു നാഷണൽ മൂവ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്ട്രഗിൾസിനെ എത്തിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ എന്താന്ന് നോക്കാം. ഒരു ബ്രിട്ടീഷ് ഒരു ആക്ട് പാസ് ചെയ്യാണ്. ഓക്കെ, ബ്രിട്ടീഷ് എന്ത് ചെയ്യണം, ഒരു ആക്ട് പാസ് ചെയ്യാണ്. അതിന്റെ പേരാണ്
റൗളറ്റ് ആക്ട്, അത് 1919 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ് ഒരു ആക്ട് പാസ് ചെയ്യണം. അതിന്റെ പേരാണ് റൗളറ്റ് ആക്ട്. ഓക്കെ, ആ ഒരു ആക്ട് ഓർത്തിരിക്കണം, റൗളറ്റ് ആക്ട്. അപ്പൊ അതായത് ജാലിയൻ വാലാബാഗ് മസാക്കർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ട് ആണ് ഇത് റൗളറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ആക്ട് എന്താണ് പറയുന്നത് നോക്കാം. ആസ് പെർ ദി ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് എനി ട്രയൽ. അതായത് എന്താണ്, ഈ ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ ആരെയും ആ ഒരു ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം, പിടിച്ചകത്തിടാം, ജയിലിലിടാം. ഓക്കെ, എന്താണ്, ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ട, വെറുതെ പിടിച്ച് എന്ത് ചെയ്യാം, ആരെ വേണമെങ്കിലും പിടിക്കാം, അറസ്റ്റ് ചെയ്യാം, നേരെ ജയിലിൽ കൊണ്ടുപോയിടാം. നമ്മൾ പ്രത്യേകിച്ച് എന്താണ് വിചാരണ ഒന്നും ഇല്ലാതെ ജയിലിൽ കൊണ്ടുപോയിടുക എന്നാണ് പറയാം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല, പോലീസുകാർ വരുന്നു, ആൾ അറസ്റ്റ് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നതാണ്, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. ഇതാണ് എന്ത് റൗളറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ എതിരെ എന്തുണ്ടാവും, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവും. സോ അങ്ങനെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. ആ പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ സൈഫുദ്ദീൻ കിച്ലു അതുപോലെ തന്നെ സത്യപാൽ ഇവരായിരുന്നു ഇതിന്റെ മെയിൻ ലീഡേഴ്സ്. ഈ റൗളറ്റ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയ മെയിൻ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്നതും അതുപോലെ തന്നെ സത്യപാൽ, ഇവരുണ്ടായിരുന്ന പേരുമായിരുന്നു ഈ റൗളറ്റ് ആക്ടിനെതിരെ സംസാരിച്ച മെയിൻ ലീഡേഴ്സ്. ഇവരെ അറസ്റ്റ് ചെയ്യാണ്, ഇവരെ ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്യാണ്. ഈ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പാണ്. ആ ഗ്രൗണ്ടിന്റെ പ്രത്യേകത ഉണ്ട്, ഒരു ഡോറുള്ളൂ, ഒരു ബാക്ക് സൈഡിലുള്ള ഒരു ഒറ്റ ഡോറുള്ളൂ. ആ ഡോറിലാണ് അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാണ് ഇവര് ഒരുമിച്ച് കൂടാണ്, ഈ ഒരു അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ ഒന്നിച്ചുകൂടാണ്. ഒന്നിച്ചുകൂടിയ സ്ഥലമാണ് ഇത് ജാലിയൻ വാലാബാഗ്. എവിടെയാണത്, അമൃത്സറിലാണ്. ഓക്കെ, സോ ഇത് അറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു, ഇവരെ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു, അതിന്റെ ഉള്ളിൽ ഏകദേശം ഒരു എന്താണ് നമ്മൾ പറയാ, തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ പൂട്ടിയിടാന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിൽ അങ്ങനെ ചെയ്യേ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് ആ സിംഗിൾ ഗേറ്റ് കൂടി ഇവരെ എൻട്രി ചെയ്യാണ്. ബ്രിട്ടീഷുകാർ ആ ഗേറ്റ് കൂടി എൻട്രി ചെയ്യുന്നു, കംപ്ലീറ്റ് ഫയർ ചെയ്യാണ്, കംപ്ലീറ്റ് ഫയർ ചെയ്യുന്നു. ആരാണ് പറയുന്നത്, ആർമി ചീഫായ ജനറൽ ഡയർ, അന്നത്തെ ബ്രിട്ടീഷിന്റെ ആർമി ചീഫായിരുന്നു ജനറൽ ഡയർ ആയിരുന്നു. അദ്ദേഹം പറയാണ് ഇവര് നമ്മൾ പറഞ്ഞതൊന്നും അംഗീകരിക്കുന്ന, ഇവര് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടെ കംപ്ലീറ്റ്ലി ഫയർ ചെയ്യാണ്, തുരുതുര ഫയർ ചെയ്യും. ഒരുപാട് ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു വീഴുകയും ചെയ്യാണ്. ഓക്കെ, അപ്പൊ പീപ്പിൾ വേർ ട്രാപ്ഡ് ഇൻസൈഡ്, അകത്തെ ആൾക്കാർ എന്തായി പോയി, ട്രാപ്പ് ആയി പോയി. അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യണം, അവിടെ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യുകയും അവരെ വെച്ച് ആളുകളെ കൊല്ലുകയും ചെയ്യണം. അപ്പൊ ഗാന്ധിജി അതിനെപ്പറ്റി പറയുന്നുണ്ട്, എന്താണ്, ഇഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ബ്രിട്ടീഷ് റൂൾ, ജാലിയൻ വാലാബാഗ് ഷുക്ക് ദ ഫൗണ്ടേഷൻ. അതായത് എന്താണ്, നമുക്കറിയാം ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പോകുന്നത്. ഇന്ത്യയിൽ അവരുടെ ഏറ്റവും അവരുടെ ആ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് റൂൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, ബാറ്റിൽ ഓഫ് പ്ലാസിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ഫൗണ്ടേഷനെ ആ ഫൗണ്ടേഷന് ഏറ്റവും നല്ലൊരു ഇടി കൊടുത്തത് ആരാണ്, ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് മസാക്കറാണ്. ആ ഒരു മസാക്കറോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തോടു കൂടി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷിനെതിരെയുള്ള മൂവ്മെന്റുകൾ കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, ശക്തി പ്രാപിച്ച ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ട് മാറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പല മൂവ്മെന്റ്സും പല റീജിയനിലായിട്ട് നടന്ന മൂവ്മെന്റ്സ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിലൊരു മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു ജാലിയൻ വാലാബാഗിന് ശേഷം നമ്മൾ കാണുന്ന എല്ലാ മൂവ്മെന്റ്സുകളും എന്താണ്, ഓൾ ഇന്ത്യ ലെവലിലുള്ള മൂവ്മെന്റ്സ് ആണ്. അതായത് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേപോലെ നടന്ന മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഇതിന് ശേഷം കാണുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നതാണ് 1919 എവിടെയാണ്, ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഗ്രൗണ്ടിലാണ്. അത് എവിടെയാണ്, അമൃത്സറിലാണ്. ഒന്നാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആക്ട് ഏതാണ്, റൗളറ്റ് ആക്ട് ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ഓർത്തിരിക്കുന്ന വേറൊരു പേരുണ്ട്, ജനറൽ ഡയർ. അദ്ദേഹമാണ് ആ ഒരു ആർമി ചീഫാണ് എന്ത് ചെയ്തത്, അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഫയർ ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ജാലിയൻ വാലാബാഗിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി കുറെ മൂവ്മെന്റ്സുകൾ വരികയാണ്. ആ മൂവ്മെന്റ്സുകളെല്ലാം നാഷണൽ ലെവലിൽ വരുന്ന മൂവ്മെന്റ്സ് ആണ്. അതിന് ആദ്യം വന്നാണ് എന്ത്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്നൊക്കെ പറയും. ഓക്കെ, നോൺ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരിക്കാതിരിക്കുക, എന്തൊരു കാര്യത്തിലും എന്ത് ചെയ്യുക, സഹകരിക്കാതിരിക്കുക. അതാണ് എന്ത്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുക്കുന്ന ആദ്യത്തെ നാഷണൽ ലെവലിലുള്ള ഒരു സ്ട്രഗിൾ ആണ് എന്ത്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. ദ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ് ടു ഗാന്ധിജീസ് കോൾ ഫോർ നോൺ കോഓപ്പറേഷൻ വിത്ത് ബ്രിട്ടീഷ് ഇൻ മെനി വേസ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്, അപ്പൊ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്നാണ് ഗാന്ധിജി ആദ്യത്തെ നാഷണൽ ലെവൽ സ്ട്രഗിൾ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗാന്ധിജി പറഞ്ഞതെന്ന് നോക്കാം. ലോയേഴ്സ് ഷാൾ ബോയ്കോട്ട് കോഡ്സ്, അതായത് അന്നുണ്ടായിരുന്ന ഇന്ത്യയിലെ
ലോയേഴ്സിനോട് എല്ലാവരോടും എന്താണ് കോർട്ടുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയാണ്. പബ്ലിക് ഷാൽ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്. എന്ത് ചെയ്യുക, ഫോറിൻ പ്രൊഡക്ട്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കരുത്, അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കണം, അതെല്ലാം നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബോയ്ക്കോട്ട് ഇലക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻസ് നടന്നാൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം, ബോയ്ക്കോട്ട് ചെയ്യണം. അതുപോലെ റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്. ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് ഒരുപാട് അവാർഡുകളും പ്രൈസുകളൊക്കെ നൽകിയിട്ടുണ്ടാവും, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ദെൻ ഡിനയൽ ഓഫ് ടാക്സുകൾ നിങ്ങൾ കൊടുക്കരുത്. സ്റ്റുഡൻസ് ഷാൽ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. അതായത് ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളിൽ നിന്നെല്ലാം കുട്ടികൾ പഠിത്തം നിർത്തണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോൺ കോപ്പറേഷൻ പറഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാരായിട്ട് യാതൊരു തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സഹകരിക്കരുത്. അവരായിട്ട് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് നിങ്ങൾ എവിടെ നിന്നൊക്കെ മേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ സർവീസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിർത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൂടെ ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ഈ ഒരു കാര്യത്തോടെ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്തതെന്ന് നോക്കാം. ഫാർമേഴ്സ് ഇൻ അവധ് റെഫ്യൂസ് ടു പേ ടാക്സ്. അവധ് എന്ന് പറയുന്ന ഒരു റൂറൽ ഏരിയ ആണ്, അവിടെ എന്ത് ചെയ്തില്ല, ഫാർമേഴ്സ് ടാക്സ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ ട്രൈബൽസ് ഇൻ ആന്ധ്ര വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ് ആൻഡ് കളക്ടഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ആന്ധ്രാപ്രദേശിലെ ട്രൈബൽസ് എന്ത് ചെയ്യണം, അവിടെ ഫോറസ്റ്റിൽ കയറരുത്, അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള ഇന്ന പ്രൊഡക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ നിന്ന് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്ത് അവരെന്ത് ചെയ്യണം, ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിൽ കയറുകയും അവിടെ നിന്ന് പ്രൊഡക്ട്സ് എടുക്കുകയും ചെയ്യാണ്. ഓക്കെ, ഫാർമേഴ്സ് ഇൻ UP റെഫ്യൂസ് ടു ക്യാരി ദ ലഗേജ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. അപ്പൊ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എന്താണ്, അവരോട് പറയുന്നത് ഞങ്ങളുടെ ബാഗിൽ നിന്ന് ചുമക്കണം. പക്ഷെ അവരെന്തില്ല, അതൊന്നും കൂട്ടാക്കുന്നില്ല, അവർ ഞങ്ങൾ ഇതൊന്നും എടുക്കില്ല എന്ന് പറയാണ്. വർക്കേഴ്സ് ട്രക്ക് വർക്ക്. പല ബ്രിട്ടീഷ് അല്ലെങ്കിൽ അവരുടെ കമ്പനികളിൽ എന്ത് ചെയ്യാണ്, വർക്കേഴ്സ് ഒക്കെ വർക്ക് നിർത്തി വെക്കുകയാണ്. ലോയേഴ്സ് എന്ത് ചെയ്തു, കോർട്ട് ബോയ്ക്കോട്ട് ചെയ്തു. സ്റ്റുഡൻസ് എന്ത് ചെയ്തു, പലരും എന്ത് ചെയ്തു, കോളേജുകളും സ്കൂളുകളും എല്ലാം ബ്രിട്ടീഷ് അവരുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നെല്ലാം കുട്ടികൾ പഠിത്തം നിർത്തി. ഫോറിൻ ക്ലോത്ത്സ് വെയർ ബേൺഡ് ഇൻ ദ സ്ട്രീറ്റ്. അതായത് ഫോറിൻ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്, എന്താണ് ഈ ഒരു രീതിയിലുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ് അവർ അധികം ഇമ്പോർട്ട് ചെയ്യുന്നത്. ആ ഇമ്പോർട്ട് ചെയ്യുന്ന ക്ലോത്ത്സ് എല്ലാം ഇവരെന്ത് ചെയ്യാണ്, കത്തിച്ച് കളയാണ് സ്ട്രീറ്റ്സിൽ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാണ്, ഗാന്ധിജിയുടെ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോട് ആളുകൾ വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാണ്, പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും അതിൽ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്, എന്തൊക്കെ ചെയ്യരുതെന്നാണ് ഗാന്ധിജി പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ അതിന് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. അതായത് എന്താണ് ഇത്, ഈ ഒരു സാധനം മോട്ടിവേറ്റ് ചെയ്യണം ആളുകളോട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതായത് പല സാധനങ്ങളും നിർമ്മിക്കാനുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക, അതിനൊക്കെ ഉള്ളൊരു എന്താണ് ആളുകളുടെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. എന്താണ് വളരെ എന്താണ് ഖാദി, ചർക്കാസ് വെർ യൂസ് ടു സ്പിൻ ഖാദി ക്ലോത്ത്സ്. അതായത് നമുക്കറിയാം അന്ന് എന്താണ് ക്ലോത്ത്സ് എല്ലാം പലതും ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് ആയിരുന്നു. പക്ഷെ ഈ ഒരു മൂവ്മെന്റോട് എന്ത് ചെയ്യണം, ആളുകൾ ഖാദി ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യാണ്, ചർക്ക യൂസ് ചെയ്തിട്ട് അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അതുപോലെ നാഷണൽ ലെവലിൽ പല സ്കൂൾസും എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അവിടെയൊക്കെ എന്ത് ചെയ്യാണ്, അങ്ങനെ എന്ത് ചെയ്യാണ്, ഹിന്ദി ലാംഗ്വേജിനെ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അന്ന് നമുക്കറിയാം എന്താണ് ബ്രിട്ടീഷുകാരാണ് ഉള്ളത്, അപ്പൊ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എന്താണ് അവർ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാണ്, ഈ ഒരു മൂവ്മെന്റ് കഴിഞ്ഞതോടുകൂടി ഹിന്ദി ലാംഗ്വേജ് നമ്മുടെ അപ്പൊ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, ഹിന്ദി ലാംഗ്വേജിനെ പോപ്പുലറൈസ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്താ നാഷണൽ ലെവലിൽ സ്കൂള് കോളേജുകളൊക്കെ വരാണ്. അപ്പൊ അന്ന് വന്ന മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത്, കാശി വിദ്യാപീഠം അല്ലെങ്കിൽ ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. ഇതെല്ലാം ആ സമയത്ത് എന്ത് ചെയ്തതാണ്, ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഇതുകൊണ്ട് ഉയർന്നു വന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഹു ബോയ്ക്കോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ജോയിൻഡ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ലാർജ് നമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് അവർ നടത്തിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം പഠിത്തം നിർത്തിയിരുന്നു. അവരെല്ലാം എന്ത് ചെയ്യാണ്, ഈ ഒരു രീതിയിലുള്ള ഇന്ത്യൻ രീതിയിൽ ഉയർന്നു വന്നാൽ ഇന്ത്യക്കാർ തന്നെ നിർമ്മിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്ത് ചെയ്യാണ്, പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇനി ഒരു വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ആ ഒരു ഇൻസിഡന്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ശരിക്കും ഗാന്ധിജി നിർത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, നിർത്താതെ തന്നെ ഒരുപാട് നാളെ മുന്നോട്ട് പോകുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങളുണ്ട്, പല രീതിയിൽ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൂവ്മെന്റ്സിലെല്ലാം ഇൻവോൾവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റുകൾ നമ്മൾ കണ്ടു. പല എന്താണ് ക്ലോത്ത്സ് ആൾക്കാർ, പല രീതിയിലുള്ള പ്രൊഡക്ഷൻസിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ആവുന്നു. അതുപോലെ തന്നെ നമുക്ക് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ആയി വരുന്നു. നമ്മളുടെ കുട്ടികളെല്ലാം അവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു
നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു ചൗരി ചൗര എന്ന് പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടാവാണ്. ആ ഒരു ഇൻസിഡന്റോട് കൂടി ഗാന്ധിജി ചെയ്ത ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യാണ്, നിർത്താണ്. അപ്പൊ എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് നോക്കാം. അതായത് പോലീസ് ഷോട്ട് അറ്റ് എ മോബ് ഇൻ ചൗരി ചൗര ഇൻ UP. അപ്പൊ എന്താണ്, ചൗരി ചൗരയില് കുറച്ച് ആൾക്കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാണ്, പോലീസ് വെടിവെക്കാണ്. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ട് ആൾക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യാണ്, അവിടെ കത്തിക്കുകയാണ്. ഓക്കെ, ദ വില്ലേജേഴ്സ് ബേൺഡ് ഡൗൺ എ പോലീസ് സ്റ്റേഷൻ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യണം, അവര് തീ വെക്കാണ്. പക്ഷെ ആ തീ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പോലീസുകാര് മരിച്ചു. സോ എന്താണ്, ഇത് ഗാന്ധിജിയുടെ റൂട്ട് നമുക്കറിയാം എന്താണ്, നോൺ വയലൻസ് ആണ്, അല്ലെങ്കിൽ അഹിംസയാണ്. ഒരു തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളിലൊന്നും എന്ത് ചെയ്തില്ല, ഒരു തരത്തിലുള്ള വയലൻസും ഇല്ല. എന്താണ്, എല്ലാം ഒഴിവാക്കാനാണ് അവർ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും എന്ത് ചെയ്തില്ല, അവർ വയലൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ച് ഒരാൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വയലൻസിന്റെ മെത്തേഡിലേക്കാണ് ആ ഒരു ഇത് വന്നെത്തിയത്. അപ്പൊ എന്താണ്, ഗാന്ധിജിയുടെ പ്രിൻസിപ്പിളായ നോൺ വയലൻസിന് ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് ചെയ്യാണ്, കോൾഡ് ഫോർ ദി സ്റ്റോപ്പ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധിജി ഒരാണ് ആ ഒരു മൂവ്മെന്റ് അതോടുകൂടി എന്താണ് ഗാന്ധിജി കോൾ ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗാന്ധിജി നിർത്തിവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഈ ഒരു കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഗാന്ധിജി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ആളുകൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇനി അത് നിർത്താനുണ്ടായ കാരണം എന്തൊക്കെയാണ്. ഇത്രയും 4 കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ പറയാം, നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നോട്ട്സ് എല്ലാം നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഇതുപോലെ ഷോർട്ട് പോയിന്റ്സുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, അടുത്താണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നൊരു ഇന്റർനാഷണൽ ലെവലിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്യാണ്, ആ ഒരു മൂവ്മെന്റിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ഫ്രീഡം ഫൈറ്റിനെ ഇവിടുത്തെ കോൺടെക്സ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്, ഗാന്ധിജിനെ മാറ്റാണ്. ഗാന്ധിജി എന്താണ് ചെയ്തത്, എൻഷുർഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിം ഇൻ ഫ്രീഡം സ്ട്രഗിൾ ബൈ ഡിക്ലെയറിംഗ് ഖിലാഫത്ത് മൂവ്മെന്റ് ആസ് പാർട്ട് ഓഫ് നാഷണൽ മൂവ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഗാന്ധിജി ഒരു ഖിലാഫത്ത് മൂവ്മെന്റിന് എന്താണ്, അതൊരു നാഷണൽ മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് പറയുകയും മുസ്ലിംസിന്റെ പരമാവധി എന്ത് ചെയ്യാണ്, മുസ്ലിംസിന്റെ ഇൻവോൾവ്മെന്റ് ഫ്രീഡം ഫൈറ്റിലേക്ക് വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് റിസൾട്ട് ഉണ്ടായത്, ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ഓൾ ഓവർ ദി നാഷൻ, ഹിന്ദു മുസ്ലിം യൂണിറ്റി ബിക്കെയിം സ്ട്രോങ്ങർ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വളരെ മെയിൻ കമ്മ്യൂണിറ്റിയാണ് ഹിന്ദുസ് എന്ന് പറയുന്നത്, പിന്നെ മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിംസ്. അപ്പൊ ഇവരുടെ ഒരു യൂണിറ്റി എന്ത് ചെയ്യാണ്, ഗാന്ധിജി ഈ ഒരു ഖിലാഫത്ത് മൂവ്മെന്റോട് കൂടി എന്ത് ചെയ്യാണ്, ഉറപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്, പല രീതിയിൽ എന്താണ് മുസ്ലിംസ് ഫ്രീഡം സ്ട്രഗിളിലേക്ക് വരുന്നുണ്ടായില്ല. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന അലി ബ്രദേഴ്സ് മുന്നോട്ട് വെച്ചതോടുകൂടി അതിൽ കൂടി ഗാന്ധിജി എന്ത് ചെയ്യാണ്, ഇതൊരു നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുകയും മുസ്ലിംസിന് എല്ലാവരെയും ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതോടുകൂടി എന്താണ്, മുസ്ലിം ഹിന്ദു യൂണിറ്റി അവിടെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ഏകദേശം എന്താണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാരലൽ ആയിട്ട് തന്നെ നടന്ന ഒരു മൂവ്മെന്റ് ആണ്.